പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധതരം കത്തുകളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് കത്തുകളെ വിവിധ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തരം തിരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. കത്തുകളിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ബിസിനസ് ലെറ്റർ, ഒഫീഷ്യൽ ലെറ്റർ, ഡെമി ഒഫീഷ്യൽ ലെറ്റർ, പ്രൊഫഷണൽ ലെറ്റർ, പേഴ്സണൽ ലെറ്റർ, ഇങ്ങനെ വിവിധ തരങ്ങൾ ഉണ്ട്. ഇതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ലെറ്റർ ഏതാണ്? ബിസിനസ് ലെറ്റർ. ഓക്കെ, വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ തമ്മിൽ നടത്തുന്ന കത്തിടപാടുകളാണ് ബിസിനസ് ലെറ്ററിൽ വരുന്നത്. ആ ലെറ്ററിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു മാനുസ്ക്രിപ്റ്റ് നോക്കി ബിസിനസ് ലെറ്റർ ഉണ്ടാക്കുന്നത് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കി കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്ത ഭാഗം നമ്മൾ കടക്കുന്നത് ഒഫീഷ്യൽ ലെറ്ററുകളിലേക്കാണ്. ഒഫീഷ്യൽ ലെറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, അത് കുറച്ചുകൂടി പ്രാധാന്യമുള്ള ഒരു വിഭാഗത്തിലേക്ക്, അതായത് അതിൻ്റെ സ്ട്രക്ചറൊക്കെ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗത്തിൽപ്പെടുന്ന ലെറ്ററാണ് ഒഫീഷ്യൽ ലെറ്റർ. ഓഫീസുകളിൽ നിന്ന് പോകുന്ന ലെറ്ററുകളാണ്. അപ്പോൾ അത് പലതരത്തിലുള്ള ഓഫീസുകൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ ലെറ്ററിനെ നമ്മൾ 3 സെക്ഷനായി ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് വിവിധ തരത്തിലുള്ള ഒഫീഷ്യൽ ലെറ്ററുകളുടെ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നത്. ഒഫീഷ്യൽ ലെറ്ററിന് കീഴിൽ വരികയാണെങ്കിലും ചില പ്രത്യേക രീതിയിലാണ് പലതരത്തിലുള്ള ഒഫീഷ്യൽ ലെറ്ററുകൾ നമ്മൾ എഴുതുന്നത്. അതിൽ ആദ്യമായി വരുന്ന ലെറ്ററിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഗവൺമെന്റ് ലെറ്റർ. ഒഫീഷ്യൽ ലെറ്ററിന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഗവൺമെന്റ് ലെറ്റർ. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സെക്രട്ടേറിയറ്റുള്ള ഡിഫറൻറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് അയക്കുന്ന കത്തുകളെയാണ് ഗവൺമെന്റ് ലെറ്റർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന് അയക്കുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് കേരള എന്ന ഹെഡിങ് വലുതാക്കി മുകളിൽ എഴുതുകയും അതിന് താഴെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ആ കത്തുകൾ വരുന്നത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആ ലെറ്ററിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാക്കാം. അടുത്ത ക്ലാസിഫിക്കേഷൻ ലെറ്റർ ഫ്രം ഇൻഡിപെൻഡന്റ് ബോഡി ആണ്. ഇൻഡിപെൻഡന്റ് ബോഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോർഡ്, കോർപ്പറേഷൻ എല്ലാം ഉൾപ്പെടും. ഫോർ എക്സാമ്പിൾ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ. ഓക്കെ, അതുകൂടാതെയുള്ള മറ്റ് ഗവൺമെന്റ് ഓഫീസുകൾ, ഒരിക്കലും സെക്രട്ടേറിയറ്റ് അല്ല ഉദ്ദേശിച്ചത്, മറ്റ് ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്ന് പോകുന്ന കത്തുകൾ, ഒരു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് പോകുന്ന കത്തുകൾ, അതിന്റെ ഫോർമാറ്റ് വ്യത്യസ്തമാണ്. ഒഫീഷ്യൽ ലെറ്ററിൽ കോമൺ ഫോർമാറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രം, ടു എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടാതെ അത് ഓരോ ലെറ്ററിനെയും വ്യത്യസ്തമാക്കുന്ന ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒഫീഷ്യൽ ലെറ്ററിനെ 3 സെക്ഷനായി ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത്. ഒഫീഷ്യൽ ലെറ്റർ കഴിഞ്ഞാൽ അടുത്ത ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണ്. ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുമ്പോൾ അർദ്ധ ഔദ്യോഗിക കത്ത് എന്ന് മലയാളത്തിൽ പറയാം. അതായത് അതിന്റെ ഒഫീഷ്യൽ സ്വഭാവം, ഔദ്യോഗിക സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ ഒരു പേഴ്സണൽ ടച്ച് വരുത്തിക്കൊണ്ട് ചെയ്യുന്ന കത്തുകളെയാണ് ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ വിഭാഗം വരുന്നത് പ്രൊഫഷണൽ ലെറ്ററുകളാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾ, അഡ്വക്കേറ്റ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ് തുടങ്ങിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ അവരുടെ ഒഫീഷ്യൽ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് എഴുതുന്ന ലെറ്റേഴ്സിനെയാണ് നമ്മൾ പ്രൊഫഷണൽ ലെറ്റർ എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഏറ്റവും അവസാനം വരുന്നത് പേഴ്സണൽ ലെറ്റേഴ്സ് ആണ്. വ്യക്തിപരമായ കത്തിടപാടുകളെയാണ് പേഴ്സണൽ ലെറ്റർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ആദ്യമായി ഗവൺമെന്റ് ലെറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഗവൺമെന്റ് ലെറ്റേഴ്സിൽ ഒഫീഷ്യൽ ലെറ്ററും ഡെമി ഒഫീഷ്യൽ ലെറ്ററുകളും ഗവൺമെന്റ് ലെറ്ററുകളും എല്ലാം വരുന്നുണ്ട്. അതിൽ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒഫീഷ്യൽ ലെറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്.
ഒഫീഷ്യൽ ലെറ്റേഴ്സ്. ഒഫീഷ്യൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നതിൽ ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് അയക്കുന്ന ഒഫീഷ്യൽ ലെറ്റേഴ്സിനെയാണ് നമ്മൾ കൂടുതലായി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെ ഒരു സെക്രട്ടേറിയറ്റിൽ നിന്ന്, ഒരു നിശ്ചിത ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അയക്കുന്ന ലെറ്ററുകളെയാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് ഓഫീസ്, ഈ എഴുതിയിരിക്കുന്നതിന്റെ മീനിങ് ആണ് പറയുന്നത്, ലെറ്റേഴ്സ് സെൻഡ് ഫ്രം വൺ ഗവൺമെന്റ് ഓഫീസ് ടു അനദർ ഗവൺമെന്റ് ഓഫീസ് ഓർ ടു ആൻ ഇൻഡിവിജ്വൽ or a firm or company are called official letter. So we mean that such a letter is one sent from a government office. Such a letter may be addressed to any party. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഒരു ഗവൺമെന്റ് ഓഫീസിൽ നിന്നാണ് ആ ലെറ്റർ സെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു കാരണവശാലും ആ ലെറ്റർ ഒരു ഗവൺമെന്റ് ഓഫീസിലേക്ക് തന്നെയാണ് അയക്കേണ്ടത് എന്ന് നിർബന്ധമില്ല. അത് ഒരു ഇൻഡിവിജ്വലിനോ ഒരു ഫേമിനോ ഒരു കമ്പനിക്കോ അയക്കുന്ന ലെറ്റർ ആയാലും അത്തരം ലെറ്ററുകളെ ഒഫീഷ്യൽ ലെറ്റർ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ അപ്പോൾ എന്താണ് ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുക എന്നാണ് പറയുന്നത്. അതായത് ഒരു ഒഫീഷ്യൽ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ലെറ്റർ നമ്പർ. വളരെ അത്യാവശ്യമാണ്. ഒരു ഗവൺമെന്റ് ഓഫീസിൽ നിന്നാണ് ഒഫീഷ്യൽ ലെറ്റർ പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഫർദർ റെഫറൻസിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഒഫീഷ്യൽ ലെറ്ററിൽ ഇടുന്ന ലെറ്റർ നമ്പർ അത് വളരെ പ്രധാനമാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഏത് ഓഫീസിൽ നിന്നാണ് ആ ഒഫീഷ്യൽ ലെറ്റർ അയക്കുന്നത്. ഓക്കെ. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഓഫീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഗവൺമെന്റ് ലെറ്റർ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേര്, ഗവൺമെന്റ് ഓഫ് കേരള നേടി അതിന് താഴെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. ഒരു ഓഫീസിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഓഫീസ് ഓഫ് ദി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ് എന്ന് പറഞ്ഞ് ആ ഓഫീസിന്റെ പേര്. അതേപോലെ തന്നെ ഒരു ബോഡി കോർപ്പറേഷനിൽ നിന്നാണ് ലെറ്റർ പോകുന്നതെങ്കിൽ അതേതാണ് ആ ബോർഡ് എന്ന് കാണിക്കുന്ന അവരുടെ പേര്. ഓക്കെ. ഇതെല്ലാം ആ ലെറ്ററിൽ ഉണ്ടായിരിക്കണം. അടുത്തത് പറയുന്നത് പ്ലേസ് ആൻഡ് ഡേറ്റ്. ഗവൺമെന്റ് ലെറ്റർ ആണെങ്കിൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പ്ലേസിന്റെ കാര്യം ആലോചിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഗവൺമെന്റ് ലെറ്ററിലും നമ്മൾ പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്ത് എഴുതുന്നത് എന്തായിരിക്കും? തിരുവനന്തപുരം എന്നായിരിക്കും. ഓക്കെ. ഗവൺമെന്റ് ലെറ്റർ സെക്രട്ടേറിയറ്റ് ലെറ്റർ ആണ് അല്ലെ, അപ്പൊ തിരുവനന്തപുരം എന്നാണ് എഴുതുന്നത്. പിന്നെ ഡേറ്റ് നമ്മൾ ബിസിനസ് ലെറ്റർ പഠിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഡേറ്റഡ് എന്ന് എഴുതാതെ ഡേറ്റ് മാത്രം എഴുതണമെന്ന് അല്ലെ. അപ്പൊ ഒഫീഷ്യൽ ലെറ്ററിൽ പ്രത്യേകം ഓർത്തോളൂ, ഡേറ്റഡ് എന്ന് എഴുതിക്കൊണ്ട് തന്നെയാണ് ഡേറ്റ് എഴുതേണ്ടത്. അപ്പൊ ഡേറ്റഡ് 8th August 1952. ഓക്കെ. അതേപോലെ ഫ്രം അഡ്രസ് ടു അഡ്രസ്. ഓക്കെ. ഈ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അത് ലെറ്റർ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. അടുത്തത് സല്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ലെറ്ററിൽ അഭിസംബോധന ബിസിനസ് ലെറ്ററിൽ ചെയ്തത്? ഡിയർ സേഴ്സ് അല്ലെ. ഇവിടെ നമ്മൾ സർ എന്നേ പറയുന്നുള്ളൂ. അടുത്തത് സബ്ജക്റ്റ് ആൻഡ് റെഫറൻസ്. ബിസിനസ് ലെറ്ററിൽ നമ്മൾ അധികം സബ്ജക്റ്റും റെഫറൻസും എഴുതിയിട്ടില്ല. എന്നാൽ ഒഫീഷ്യൽ ലെറ്ററിൽ 99% സബ്ജക്റ്റും റെഫറൻസും ഉണ്ടാകും. ഓക്കെ. പിന്നെ ബോഡി ഓഫ് ദി ലെറ്റർ ആണ്. അതിൽ ഗവൺമെന്റ് ലെറ്ററിൽ മാത്രം നമ്മൾ പാരഗ്രാഫുകൾ തിരിച്ചിട്ടാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ പാരഗ്രാഫ് നമ്പർ ഇടണം. ഓക്കെ. അപ്പോൾ ബോഡി ഓഫ് ദി ലെറ്റർ എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞ് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ക്ലോസ്. സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ സാധാരണ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി എന്താണ്? ഡെസിഗ്നേഷൻ ഓഫ് ദി സൈനിങ് അതോറിറ്റി. അപ്പോൾ ഏത് സെക്രട്ടറി ആണോ, സ്പെഷ്യൽ സെക്രട്ടറി ആണോ, അഡീഷണൽ സെക്രട്ടറി ആണോ, ആരാണ് ആ ലെറ്ററിൽ സൈൻ ചെയ്യുന്നതെങ്കിൽ ആ സൈൻ ചെയ്യുന്ന അതോറിറ്റിയുടെ പേര് കൂടി ആ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലെറ്ററിന്റെ നമ്പർ, ഏത് അഡ്രസ്സിൽ നിന്നാണ് ആ ലെറ്റർ അയക്കുന്നത്, അതിന്റെ സ്ഥലം, ഡേറ്റ്, അതുപോലെ തന്നെ ഫ്രം അഡ്രസ്സ്, ഏത് വ്യക്തിയാണ്. ഓക്കെ. ഫ്രം അഡ്രസ്സ് ഏത് വ്യക്തിക്കാണ്, ടു അഡ്രസ്സ്, അല്ലെങ്കിൽ ഏത് ഓഫീസിൽ നിന്നാണ്, ആ ഓഫീസിൽ ഒരു നിശ്ചിത വ്യക്തിയായിരിക്കും, ഏത് ഓഫീസിലെ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിക്കാണ് അത് അയക്കുന്നത് എന്നാണ് നമ്മൾ ഫ്രം അഡ്രസ് ടു അഡ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സല്യൂട്ടേഷൻ സർ എന്നാണ്. സബ്ജക്റ്റും റെഫറൻസും ഉണ്ട്. അതേപോലെ കോംപ്ലിമെന്ററി ക്ലോസിൽ നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നാണ് എഴുതുന്നത്. ഡെസിഗ്നേഷനും എഴുതണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കണം. ഇനി ഇതിൽ പറയുന്നത് എന്താ?
It has to be noted that letters sent from all government offices are not like in the same form. There are different kinds of official letters. Okay, different ഓഫീസുകളിൽ നിന്ന് പോകുന്ന ലെറ്ററുകളെല്ലാം ഒരുപോലെയാണ് എന്ന് വിചാരിക്കരുത്. പലതരത്തിലുള്ള ഒഫീഷ്യൽ ലെറ്ററുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഒഫീഷ്യൽ ലെറ്റർ എന്താണ്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഒന്നാമത്തെ ഒഫീഷ്യൽ ലെറ്റർ നമ്മൾ പഠിക്കുന്നത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് പോകുന്ന ഒഫീഷ്യൽ ലെറ്റർ ആണ്. Letters sent from government secretariat alone can be called government letters. സെക്രട്ടേറിയറ്റിൽ നിന്ന് അയക്കുന്ന ലെറ്ററുകളെ മാത്രമാണ് നമ്മൾ ഗവൺമെന്റ് ലെറ്റേഴ്സ് എന്നുള്ള പേരിൽ പറയുന്നത്. ഓഫീസസ് അതർ ദാൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ആർ നോട്ട് കോൾഡ് ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റ് ലെറ്റർ എന്ന് പറയുന്ന ഹെഡിങ്ങില് സെക്രട്ടേറിയറ്റിൽ നിന്ന് അല്ലാതെ പോകുന്ന ലെറ്ററുകളൊന്നും ഗവൺമെന്റ് ലെറ്റർ അല്ല, എല്ലാം ഒഫീഷ്യൽ ലെറ്റർ ആണ്. ഗവൺമെന്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോകുന്ന ലെറ്റർ. അതുകൊണ്ടാണ് പറഞ്ഞത് സെക്രട്ടേറിയറ്റിൽ നിന്ന് പോകുന്ന ലെറ്റർ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പറഞ്ഞത് അതിലെ പ്ലേസ് എപ്പോഴും തിരുവനന്തപുരം എന്നായിരിക്കും എന്ന്. മനസ്സിലായോ? Therefore, letters sent from government secretariat alone may be called government letters or secretariat letters. While typing a secretariat letter, the word Government of Kerala should be typed in block letters in the top middle portion of the letter. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോകുന്ന ഗവൺമെന്റ് ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ പേജിന്റെ സെന്ററിൽ ബോൾഡ് ചെയ്ത് അതുപോലെ തന്നെ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് വെച്ച് ബോൾഡ് ചെയ്ത് ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പരമാവധി വൃത്തിയായി മേലെ ടൈപ്പ് ചെയ്യാം. അപ്പൊ ഗവൺമെന്റ് കഴിഞ്ഞ് 2 സ്പേസ് വിടുക, ഓഫ് കഴിഞ്ഞ് 2 സ്പേസ് വിടുക, കേരള എന്ന് എഴുതുക. അതല്ലെങ്കിൽ അത് വളരെ കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നും. ഓക്കെ, ഇറ്റ് ഹാസ് ടു ബി നോട്ടഡ് ദാറ്റ് words government of Kerala are used only in the case of letters sent from government secretariat. സെക്രട്ടേറിയറ്റിൽ നിന്ന് അയക്കുന്ന ലെറ്ററുകളിൽ മാത്രമേ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. Even though there are other government offices, the heading government of Kerala should not be used in the case of such offices. മറ്റ് ഓഫീസുകളിൽ നിന്നുള്ള ലെറ്ററുകളെയും എന്ത് തന്നെയാണ് വിളിക്കുന്നത്? നമ്മൾ ഒഫീഷ്യൽ ലെറ്ററുകൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് അയക്കുന്ന ലെറ്ററുകൾ തന്നെയാണ്. പക്ഷേ ആ ലെറ്ററുകളെ ഒന്നും നമ്മൾ ഗവൺമെന്റ് ലെറ്റർ എന്ന് വിളിക്കില്ല. ഓക്കെ, സെക്രട്ടേറിയറ്റിൽ നിന്ന് അയക്കുന്ന ലെറ്ററുകളെ മാത്രമേ ഗവൺമെന്റ് ലെറ്റർ എന്ന് നമ്മൾ വിളിക്കുള്ളൂ. ഇനി അടുത്ത കാര്യം എന്താ പറയുന്നത്? എന്താണ് സെക്രട്ടേറിയറ്റ് ലെറ്ററിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് ഇനി പറയുന്നത്. എന്താണ്? ബിലോ ദ ഗവൺമെന്റ് ഓഫ് കേരള ദ നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടൈപ്ഡ് ഇൻ ദ സെന്റർ. ഓക്കെ, ഏത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും അല്ലെ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് എഴുതിയതിനു ശേഷം അതിന്റെ തൊട്ട് താഴെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ആ ലെറ്റർ അയക്കുന്നത് എന്ന് എഴുതണം. ഇനി അടുത്തതിൽ എന്താ പറയുന്നത്? ലെറ്റർ നമ്പർ ഷുഡ് ബി ടൈപ്ഡ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിഗിനിങ് ഫ്രം ദി മാർജിൻ ആൻഡ് പ്ലേസ് ആൻഡ് ഡേറ്റ് ഷുഡ് ബി ടൈപ്ഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. നമുക്ക് എപ്പോഴും അറിയാവുന്ന പോലെ ലെറ്റർ നമ്പർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അതുപോലെ തന്നെ പ്ലേസും ഡേറ്റും റൈറ്റ് ഹാൻഡ് സൈഡിലും എഴുതണം. While typing place and date, it is better to be typed dated Trivandrum 1st January 1988 in a single line. ഒരു സിംഗിൾ ലൈനിൽ ഡേറ്റഡ് ട്രിവാൻഡ്രം 1st January 1988 എന്ന് എഴുതുന്നതാണ് നല്ലത്. ഇറ്റ് ക്യാൻ ബി ടൈപ്ഡ് ആസ് ട്രിവാൻഡ്രം ഡേറ്റഡ് 1st January 1988. ആഫ്റ്റർ ടൈപ്പിംഗ് ദ ടൈറ്റിൽ, department, number, place and date, give sufficient space and type the word from on the left hand side after leaving single line space below, and below that the designation of the officer signing the letter should be typed leaving 5 or 7 spaces from the margin. For example, അതായത് ഇതിനു ശേഷം നമ്മൾ ഈ ഡേറ്റും ലെറ്റർ നമ്പറും എഴുതിയതിനു ശേഷം ഇതുപോലെ ഫ്രം അഡ്രസ് എഴുതുന്നു, ഫ്രം എന്ന് എഴുതുന്നു, ഫ്രം അഡ്രസ് എഴുതുന്നു, ടു എന്ന് എഴുതുന്നു, ടു അഡ്രസ് എഴുതുന്നു. ഓക്കെ, ഇപ്പൊ ഫ്രം എന്ന് പറയുമ്പോൾ ഇത് സെക്രട്ടറി ടു ഗവൺമെന്റ് എന്നായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ആൻഡ് സെക്രട്ടറി ടു ഗവൺമെന്റ് എന്നായിരിക്കാം. ഓക്കെ, അപ്പൊ ഫ്രം അഡ്രസ് എഴുതുമ്പോൾ ഇങ്ങനെയാണ്, മാർജിനോട് ചേർന്ന് ഫ്രം എന്ന് എഴുതുന്നു, പിന്നെ ആ കുറച്ചുകൂടി മാർജിൻ രണ്ടാമത്തെ വരിയിൽ കുറച്ചുകൂടി മാർജിനിൽ നിന്ന് നീക്കിയിട്ടാണ് ദ സെക്രട്ടറി ടു ഗവൺമെന്റ് എഴുതുന്നത്. While typing the from address, it is not necessary to repeat the name of the department and place because these are given already. These have been already typed on the top. നമ്മൾ ഓൾറെഡി മേലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഫ്രം അഡ്രസ്സിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആഫ്റ്റർ ടൈപ്പിംഗ് ദ ഫ്രം അഡ്രസ് ലീവ് ഡബിൾ സ്പേസ് and type the word to at the beginning
ഫ്രം ദ മാർജിൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രം അഡ്രസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടു അഡ്രസ് ആണ് അടിക്കേണ്ടത്. അതുപോലെ തന്നെ ടു അഡ്രസ്, ടു എന്ന് എഴുതിയതിന് ശേഷം ടു അഡ്രസ് അടിക്കുക. അപ്പൊ ഏകദേശം എന്താ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഫ്രം എഴുതി, സെക്രട്ടറി ടു ഗവൺമെന്റ് എഴുതി, ബാക്കി കഥകളൊന്നും നമ്മളിവിടെ എഴുതുന്നില്ല, അതൊക്കെ നമ്മൾ മേലെ ഹെഡിങ്ങിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ടു എഴുതുന്നു, ടു അഡ്രസ് അടിക്കുന്നു. ഓക്കെ, ആർക്കാണ് അയക്കുന്നതെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പല കുട്ടികളും എപ്പോഴും പരീക്ഷയ്ക്ക് തെറ്റിക്കാറുള്ളതാണ്, ശ്രദ്ധിക്കണം പ്രത്യേകം. ഒരിക്കലും ഫ്രമ്മും ടൂവും കഴിഞ്ഞ് കോമ ഉപയോഗിക്കാൻ പാടില്ല. ഫ്രം എന്നും ടു എന്നും എഴുതി കഴിഞ്ഞ് യാതൊരു കാരണവശാലും കോമ ഉപയോഗിക്കരുത്. ഓക്കെ, നെവർ യൂസ് ദ പങ്ക്ച്വേഷൻ കോമ ആഫ്റ്റർ ദ വേർഡ്സ് ഫ്രം ആൻഡ് ടു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ നമുക്കൊന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം. ടു അഡ്രസ് അടിക്കുമ്പോൾ ഡബിൾ സ്പേസ് അടിക്കണമെന്ന് പറയുന്നു. സെർ എന്നാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് സല്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെർ കഴിഞ്ഞിട്ട് നമുക്ക് കോമ ഇടാം. അതുപോലെ തന്നെ സബ്ജക്ട് ടൈപ്പ് ചെയ്യുന്നു, റെഫറൻസ് ടൈപ്പ് ചെയ്യുന്നു. ഏറ്റവും താഴെ നമ്മൾ കൺക്ലൂഷൻ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആയിട്ട് അടിക്കുന്നത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആണ്. It may be noted that the small letter f should be used in the word faithfully. Okay, അപ്പോൾ യുവേഴ്സ് എഴുതുമ്പോൾ y മാത്രമാണ് ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പാടുള്ളൂ. യാതൊരു കാരണവശാലും ഫെയ്ത്ത്ഫുള്ളിയിലെ എഫ് ക്യാപിറ്റൽ ലെറ്റർ അടിക്കരുത്. ഓക്കെ, ഫ്രമും ടു കഴിഞ്ഞ് കോമ ഇടരുത്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളിയിലെ എഫ് ക്യാപിറ്റൽ ലെറ്റർ അടിക്കരുത്. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞ് 3 സ്പേസ് നീക്കിയതിന് ശേഷം ബ്ലോക്ക് ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ എന്താ എഴുതേണ്ടത്, ആരാണ് ആ ലെറ്റർ അയക്കുന്നത് എന്നുള്ളത് എഴുതേണ്ടത്. ഓക്കെ, അപ്പോ ഒഫീഷ്യൽ അഡ്രസ്, ഫ്രം അഡ്രസ്, ടു അഡ്രസ്, സബ്ജക്ട്, റെഫറൻസ്, ഈ കാര്യങ്ങളെല്ലാം ലെറ്ററിൽ ഉണ്ട് നോക്കാം. അതൊക്കെ സിംഗിൾ ലൈൻ സ്പേസിലാണ് അടിക്കേണ്ടത്. നമ്മൾ സൈൻ ചെയ്യാനുള്ള സ്ഥലം വിടാൻ വേണ്ടിയിട്ടാണ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കഴിഞ്ഞിട്ട് 3 ലൈൻ സ്പേസ് വിടാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബോഡി കോർപ്പറേഷൻ ലെറ്ററുകൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് അടുത്ത ബോഡി കോർപ്പറേഷൻ ലെറ്ററുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോ നമ്മൾ നേരിട്ട് ഗവൺമെന്റ് ഓഫ് കേരള ലെറ്റേഴ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഗവൺമെന്റ് ഓഫ് കേരള. അതൊരു പഴയ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത ലെറ്ററിന്റെ ഫോർമാറ്റ് ആണ്. ഗവൺമെന്റ് ഓഫ് കേരള എന്ന് അടിക്കുന്നു. നിങ്ങൾക്ക് പുതിയതായിട്ട് അടിച്ച ലെറ്ററുകൾ കാണിച്ചു തരുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരള, പബ്ലിക് ഡിപ്പാർട്ട്മെന്റ്, ഡി ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ, ഇതുപോലെ ഒന്നുകിൽ നമുക്ക് ഡേറ്റഡ് കോമ ട്രിവാൻഡ്രം 3rd March 1998 എഴുതാം, അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് മേലെ എഴുതിയതിനു ശേഷം ഇങ്ങനെ ഡേറ്റഡ് എഴുതാം. ഇവിടെ ഫ്രം അഡ്രസ് അടിക്കുന്നുണ്ട്. ഓക്കെ, ടു അഡ്രസ് അടിക്കുന്നുണ്ട്, സെർ അടിക്കുന്നു, അതിനുശേഷം സബ്ജക്റ്റ്, റെഫറൻസ് ടൈപ്പ് ചെയ്യുന്നു. അവിടെ ഒരു ചെറിയ പാർട്ടീഷൻ ഒരു ഭംഗിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളുടെ ബോഡി ഓഫ് ദി ലെറ്റർ പാരഗ്രാഫ്, ഒന്നിൽ കൂടുതൽ പാരഗ്രാഫ് ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് ലെറ്റർ ആണെങ്കിൽ മാത്രം ലെറ്റർ നമ്പർ ഇടണം. ഓക്കെ, അതുപോലെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അടിക്കുന്നു, ആരാണ് ആ ലെറ്റർ അയക്കുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു മാനുസ്ക്രിപ്റ്റ് നോക്കിയാലോ ഗവൺമെന്റ് ലെറ്ററിന്റെ. അപ്പൊ മാനുസ്ക്രിപ്റ്റ് തരുമ്പോ ഇങ്ങനെയാണല്ലോ തരാം. അപ്പൊ ഇതിനകത്ത് ലെറ്റർ നമ്പർ 63673/C2-81/home dated 11/1/1982 of the special secretary to government. ഓക്കെ, ഹോം സി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മുടെ ഫ്രം അഡ്രസ് നമുക്ക് കിട്ടി, ഡേറ്റ് കിട്ടി, ലെറ്റർ നമ്പർ കിട്ടി. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് അല്ലെ. അപ്പൊ ഏറ്റവും അധികം ഹെഡിങ് എന്താ എഴുതേണ്ടത്, ഗവൺമെന്റ് ഓഫ് കേരള എന്ന് എഴുതുന്നു. അതിന് തൊട്ട് താഴെ ഹോം സി ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇടതുവശത്ത് ലെറ്റർ നമ്പർ എഴുതുന്നു, ലെറ്റർ നമ്പർ സോ ആൻഡ് സോ. ആൻഡ് വലതുവശത്ത് തിരുവനന്തപുരം ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് അടിക്കാം, അല്ലെങ്കിൽ ഡേറ്റഡ് കോമ ട്രിവാൻഡ്രം 11th January 1982 എന്ന് ടൈപ്പ് ചെയ്യുന്നതും. ഓക്കെ, അത് കഴിഞ്ഞാലോ ഫ്രം അടിക്കുന്നു. ഫ്രം അടിച്ചിട്ട് എന്ത് എഴുതണം, ദ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ്. ഇറ്റ്സ് ഇനഫ്, അത്രയും മതി, അതിൽ കൂടുതൽ വേണ്ട. ദ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ് എന്നടിക്കുന്നു. ടു അഡ്രസ്സിൽ എന്താ അടിക്കേണ്ടത്, ടു അഡ്രസ് ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ, ദ രജിസ്ട്രാർ ഹൈക്കോർട്ട് ഓഫ് കേരള എറണാകുളം. ഓക്കെ, ദ രജിസ്ട്രാർ ഹൈക്കോർട്ട് ഓഫ് കേരള എറണാകുളം. അത് കഴിഞ്ഞോ, അത് കഴിഞ്ഞ് സെർ എന്നടിക്കണം. സബ്ജക്ട് റെഫറൻസിന് എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ സെർന്ന് തരില്ല, നമ്മളത് ഓർത്ത് അടിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഇവിടെ സെർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സബ്ജക്റ്റും റെഫറൻസുമാണ്. എന്താണ് സബ്ജക്റ്റിൽ പറയുന്നത്, നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് വിത്തൗട്ട് ആഡിക്വേറ്റ് പ്രൊമോഷണൽ അവന്യൂസ് - ബെനിഫിറ്റ് ഓഫ് ഹയർ ഗ്രേഡ് ഓൺ
completion of 13 years of service regarding. Okay, അത് കഴിഞ്ഞ റെഫറൻസിലോ യുവർ ലെറ്റർ നമ്പർ A24684/81D/11/1981. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളൊരു ചെറിയ പാർട്ടീഷൻ കൊടുക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ബോഡി ഓഫ് ദി ലെറ്ററിലേക്കാണ് പോകുന്നത്. ബോഡി വായിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. I am to invite your letter cited and to inform you that by the grant of benefit of grade promotion to those continuing in the same grade for over 13 years service, stagnation in the case of the incumbents. ഈ വാക്കൊക്കെ സ്ഥിരം ലെറ്ററിൽ വരുന്നതാണ് കേട്ടോ. Incumbents concerned along is avoided. ഓക്കെ, അത് കഴിഞ്ഞ് 3 സ്റ്റാർ തന്നിട്ടുണ്ട്. അപ്പൊ ആ 3 സ്റ്റാർ ഉള്ളത് എവിടെയാണെന്ന് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെയാണ് 3 സ്റ്റാർ. എന്താണ് അവിടെ എന്താണ് അവിടെ എഴുതേണ്ടത്? ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് there is no change of duties or status involved, hence the upgraded post does not have gazetted status. Okay, അത്രയും എഴുതിയാൽ നമ്മുടെ ബോഡി ഓഫ് ദി ലെറ്റർ കഴിഞ്ഞു. പിന്നെ ഏറ്റവും അവസാന ഭാഗമാണ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി K. അച്യുതൻ നായർ, ജോയിന്റ് സെക്രട്ടറി ഫോർ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ലിത്തോ നോക്കിക്കൊണ്ട് എങ്ങനെയാണ് ആ ലെറ്റർ എഴുതുക. നിങ്ങൾക്കത് വായിച്ചു തന്നതാണ്. ഇനി ആ ലെറ്ററിന്റെ ഒരു PDF ഫോർമാറ്റ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ്. ആ PDF ഫോർമാറ്റ് കൂടി നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അതുപോലെ തന്നെ ഒരു വേറെ ലെറ്ററും കൂടി, മറ്റൊരു ഗവൺമെന്റ് ലെറ്റർ കൂടി നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നുണ്ട്. ഈ 2 ലെറ്ററുകളും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഗവൺമെന്റ് ലെറ്റർ തീരെ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കി എഴുതാം. വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഓർത്തു വെക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന 2 ഗവൺമെന്റ്, നിങ്ങൾക്ക് 2 ഗവൺമെന്റ് ലെറ്റർ ഇപ്പൊ ഞാൻ ഹോംവർക്ക് തന്നിട്ടുണ്ട്. 2 ഗവൺമെന്റ് ലെറ്ററും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒന്നാമത്തെ ഗവൺമെന്റ് ലെറ്റർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ? ഗവൺമെന്റ് ഓഫ് കേരള, ഹോം സി ഡിപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരം, ഡേറ്റഡ് എഴുതി, ദ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ് എഴുതി, ദ രജിസ്ട്രാർ, ഹൈക്കോർട്ട് ഓഫ് കേരള എറണാകുളം, നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ്. നമ്മൾ വായിച്ചു തന്ന ലെറ്റർ അല്ലേ? ആ സെയിം ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടോ? ഓക്കെ, ഇത് നമ്മൾ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ സെൻറ്റർ ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളത് ഏകദേശം ഒരേപോലെ അലൈൻമെന്റ് വരുന്നത് പോലെയാണ് ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ശീലിച്ചോളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഗവൺമെന്റ് ലെറ്ററിന്റെ രൂപം വരുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിരിക്കുന്ന ഈ ലെറ്ററും നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഫോർമാറ്റിലാക്കേണ്ടത്. അത് കറക്റ്റഡ് ആയിട്ടുള്ള ഫോം നിങ്ങൾക്ക് ക്ലാസ്സിൽ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് ലെറ്ററിനെ കുറിച്ച് പറഞ്ഞു തന്ന കാര്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്